സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്ത ഏതെങ്കിലും മലയാള പത്രങ്ങളോ വാർത്താ ചാനലുകളോ നിങ്ങളെ അറിയിച്ചോ? ഇല്ല, ഉണ്ടാകില്ല. കാരണം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണ്. അവർ ഈ വാർത്ത മുക്കിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന് വേദനിക്കുന്നതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല. ഇനി എന്താണ് ആ വാർത്ത എന്നല്ലേ ഞാൻ പറയാം. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളെ ആകെ അതീവ ജാഗ്രതയിലാഴ്ത്തിക്കൊണ്ട് അതീവ ഗുരുതരമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആഗോള ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തയ്ബ LET അവർ ഇന്ത്യക്കെതിരെ ജലമാർഗമുള്ള വലിയ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ലഷ്കറിൻ്റെ ഈ പുതിയ വാട്ടർ ജിഹാദ് തന്ത്രം? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. പാക് അധീന കാശ്മീരിൻ്റെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെയും അതിർത്തിയിലുള്ള മംഗള ഡാമിലാണ് ലഷ്കർ ഭീകരർക്ക് ഇതിനായിട്ടുള്ള വിപുലമായ ട്രെയിനിങ് നൽകുന്നത്. ജലത്തിലൂടെയുള്ള ആക്രമണങ്ങൾക്കായി കഠിനമായ നീന്തൽ പരിശീലനം, വെള്ളത്തിനടിയിലൂടെയുള്ള ദീർഘദൂര സഞ്ചാരം, വാട്ടർ കോമ്പാറ്റ് അഥവാ ജലത്തിലൂടെയുള്ള നുഴഞ്ഞു കയറ്റ ശൈലികൾ എന്നിവയാണ് ഈ ക്യാമ്പുകളിൽ ഭീകരർക്ക് പ്രധാനമായിട്ടും നൽകുന്നത്. ഇന്ത്യ തിരയുന്ന പ്രമുഖ ലഷ്കർ കമാൻഡറായ റാണ മുഹമ്മദ് അഷ്ഫാഖിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻപ് ഇന്ത്യയെ നടുക്കിയ 26/11 മുംബൈ ഭീകരാക്രമണം നടത്തിയ പാക് ഭീകരർക്കും സമാനമായ രീതിയിൽ ഇവിടെ വച്ചാണ് പരിശീലനം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിനെ ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഈ വാട്ടർ ട്രെയിനിങ് ക്യാമ്പുകൾക്ക് മുകളിൽ നിന്ന് മേൽനോട്ടം വഹിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്ക ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ നേതാവ് ഹാരിസ് ദാർ ആണ്. പുറത്തു വന്ന പുതിയ ദൃശ്യങ്ങളിൽ ഇയാൾ ഇന്ത്യക്കെതിരെ കടുത്ത ഭീഷണിയാണ് മുഴക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇൻഡസ് നദീജല കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ 2026 വലിയ ഒരു ഭീകരാക്രമണം നടത്തുമെന്നാണ് ഇയാൾ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കും എന്ന ക്രൂരമായ വാക്കുകളാണ് ഇയാൾ തൻ്റെ അനുയായികളോട് പറയുന്നത്. ഇന്ത്യയുടെ ജലനയങ്ങൾക്കെതിരെ തിരിച്ചടിക്കുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് മംഗള ഡാമിലെ ഈ തന്ത്രപ്രധാനമായ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നും ഇയാൾ പറയുന്നു. ഈ വൈകാരികമായ ഭീഷണികൾ മുഴക്കി കൂടുതൽ യുവാക്കളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനും ഇയാൾ ഈ ക്യാമ്പുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഭീകരർ പെട്ടെന്ന് ജലത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? 1960 ഒപ്പിട്ട ഇൻഡസ് നദീജല കരാർ പ്രകാരം ചില നദികളിലെ വെള്ളം ഉപയോഗിക്കുവാൻ ഇന്ത്യക്കും അവകാശമുണ്ട്. എന്നാൽ ഇന്ത്യ ഈ നദികളിൽ ഡാമുകളോ പദ്ധതികളോ നിർമ്മിക്കുമ്പോൾ അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റായി വ്യാഖ്യാനിച്ചാണ് ലഷ്കർ ഭീകരർ വാട്ടർ ജിഹാദ് അല്ലെങ്കിൽ വാട്ടർ വാർ എന്ന പേരിൽ ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുവാൻ ശ്രമിക്കുന്നത്. ലഷ്കറിൻ്റെ ഈ പുതിയ നീക്കം വെറും ഒരു കായിക പരിശീലനം മാത്രമല്ല, ഇതിനു പിന്നിൽ വലിയ ഒരു തന്ത്രപരമായ മാറ്റമുണ്ട്. കടൽ അല്ലെങ്കിൽ നദി മാർഗമുള്ള നുഴഞ്ഞുകയറ്റമാണത്. കശ്മീരിലെ നദികൾ വഴിയോ അല്ലെങ്കിൽ ഗുജറാത്ത്, മുംബൈ തുടങ്ങിയ തീരദേശ മേഖലകൾ വഴിയോ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ഭീകരർക്ക് ഈ പരിശീലനം സഹായകരമാകും. ഇന്ത്യയിലെ പ്രധാന ഡാമുകളെയും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളെയും തകർക്കുക എന്ന വാട്ടർ വാർഫെയർ, ആ തന്ത്രമാണ് ഇവർ പയറ്റുവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പയറ്റുവാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടിയുണ്ട്. പരമ്പരാഗത രീതികൾക്ക് പുറമെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അത്യാധുനിക സൈബർ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഓൺലൈൻ പ്രചാരണങ്ങളുമെല്ലാം ലഷ്കർ തങ്ങളുടെ പുതിയ ഭീകര മുടിയൂടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ പാകിസ്ഥാൻ്റെ ഈ തന്ത്രങ്ങളെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? വെറുതെ വിടുവാൻ ഇന്ത്യ തയ്യാറല്ല. ലഷ്കറിൻ്റെ ഈ പുതിയ നീക്കങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും കാശ്മീരിലെ അതിർത്തി രക്ഷാസേനകളും അതീവ ജാഗ്രതയിലാണ്. തീരപ്രദേശങ്ങളിൽ സാഗർ കവച് പോലെ കർശനമായ സുരക്ഷാ നിരീക്ഷണങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വെള്ളത്തിനടിയിലെ പോരാട്ടങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമാൻഡോ വിഭാഗമായ ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് അഥവാ മറൈൻ കമാൻഡോസ് അവർ കശ്മീരിലെ ബൂളാർ തടാകത്തിലും മറ്റു പ്രധാന ജലാശയങ്ങളിലും 24 മണിക്കൂറും കാവൽ ഒരുക്കുന്നുണ്ട്. ശത്രുക്കളുടെ ഏത് അത്യാധുനിക തന്ത്രങ്ങളെയും അതിർത്തി കടന്നുള്ള നീക്കങ്ങളെയും ചെറുക്കുവാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ പൂർണ്ണ സജ്ജരാണ്.
ഭീകരവാദികളുടെ ഇത്തരം പുതിയ തന്ത്രങ്ങളെക്കുറിച്ചും 2026 ഈ ഭീഷണിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. രാജ്യാന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുവാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.